ബുക്ക് ഓഫ് സിനിമാസിന്റെ ബാനറിൽ അനൂപ് എന്ന നിർമ്മിക്കുന്ന ലീച്ച് എന്ന മലയാള ചിത്രത്തിന്റെ പ്രസ് മീറ്റ് ആണ് ഇവിടെ നടക്കുവാൻ പോകുന്നത്. അതിലേക്ക് എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്, അവരെ സ്വാഗതം ചെയ്യുകയാണ് വേദിയിലേക്ക്. ലീച്ച് എന്ന മലയാള ചിത്രത്തിൽ നായകനാകുന്ന അനൂപ് രത്നയാണ്. ചിത്രത്തിന്റെ നിർമ്മാതാവ് അദ്ദേഹം തന്നെയാണ്. ഗാൻ രചയിതാവുമാണ് ചിത്രത്തിന്റെ. അനൂപ് രത്നയെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പ്രസ് മീറ്റിലേക്ക്. അതോടൊപ്പം തന്നെ സന്ധ്യ നായർ ഒരു അതിപ്രധാന വേഷം ചെയ്തിരിക്കുകയാണ്. നെഗറ്റീവ് ക്യാരക്ടർ ആണെങ്കിൽ പ്രധാന ത്രൂഔട്ട് ഒരു കഥാപാത്രമാണ് സന്ധ്യ നായർ ഈ ചിത്രത്തിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ നിസാം കാലിക്കറ്റ് ഒരു 10ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം. അതോടൊപ്പം തന്നെ കണ്ണൻ ഒരു പുതുമുഖ നടനാണ്, കൊല്ലം സ്വദേശിയാണ്. ഇതിലും ഒരു ത്രൂഔട്ട് കഥാപാത്രം ചെയ്തിരിക്കുകയാണ്. ലഭിച്ച് കാണുമ്പോഴേ ഇവരെയൊക്കെ നമുക്ക് എങ്ങനെയാണ് ഈ വില്ലന്മാരോട് ദേഷ്യം തോന്നുന്നത്. പടക്കം തിയേറ്ററിൽ 14-ാം തീയതി നിങ്ങൾ കണ്ട ശേഷം തീരുമാനിക്കാം എങ്ങനെയാണ് അല്ലെ. 14-ാം തീയതി തിയേറ്ററിൽ എത്തുകയാണ്. ചിത്രം എത്തിച്ചിരിക്കുന്നത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഹെഡായ SFC ആർട്സിന്റെ ഓണറായ ഷിജിൻലാലാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്, കേരളത്തിലും തമിഴ്നാട്ടിലുമായി. ഞങ്ങളുടെ പുതിയ ഒരു സിനിമയാണ്. ഞങ്ങൾ ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. ഞങ്ങളുടെ ബുക്ക് ഓഫ് സിനിമ പ്രൊഡക്ഷൻസ് എന്നാണ് ഞങ്ങളുടെ കമ്പനിയുടെ പേര്. അതിന്റെ ഒരു ഫസ്റ്റ് ചിത്രമാണ്, മൂവിയാണ് ലീച്ച്. ലീച്ച് എന്ന് പറഞ്ഞാൽ അട്ട എന്നാണ്. അട്ടയെ നമുക്കറിയാലോ, അട്ട നമ്മൾ ചോര കുടിക്കുന്ന അതാണ്. അപ്പോൾ അത് നമ്മൾ ചോര കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അപ്പത്തിന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കതിനെ പെട്ടെന്ന് തന്നെ എടുത്ത് കളയാം. ഒരു ഉപ്പോ അല്ലെങ്കിൽ ഡെറ്റോളോ എന്തെങ്കിലും വെച്ചാൽ അങ്ങ് പോയിക്കോളും. പിന്നെ 2-3 ദിവസം അതിന്റെ ഒരു ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അങ്ങനെ അതിനെ മറക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതിനെ അറിഞ്ഞില്ലെങ്കിൽ, അത് നമ്മുടെ ദേഹത്ത് ഒട്ടിക്കിടക്കുന്നത് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ, അത് ഞങ്ങളുടെ ചോരം കുടിക്കുകയും നിങ്ങളെ മരണത്തിലേക്ക് തന്നെ നയിക്കാവുന്ന ഒരു സംഭവമായിട്ട് മാറും. അതിനാണ് ഈ കഥയുടെ ഒരു ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ചുറ്റുപറ്റി നിൽക്കുന്ന അത്ര ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മൾ അതിൽ ആരാണ് നമ്മളെ വിശ്വസിക്കാവുന്നവര്, ആരാണ് നല്ലവര് ഒന്നും നമുക്ക് മനസ്സിലാവില്ല. നിങ്ങളുടെ കൂടെ ഉണ്ടാവും, പഴകും, ചിരിക്കും. പക്ഷെ നിങ്ങൾ ചോര കുടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവാം. നിങ്ങളത് അറിയുന്നില്ലെങ്കിൽ നിങ്ങളെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്നപ്പെടും. പെട്ടെന്ന് അറിയാൻ പറ്റിയാൽ രക്ഷപ്പെടും. അപ്പോൾ അതാണ് നമ്മുടെ ഒരു സബ്ജക്റ്റ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സന്ധ്യ. ആദ്യമായി തന്നെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി. അനുപേടം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കഷ്ടപ്പാടുകളോട് കൂടി നമ്മൾ ചെയ്തു വന്നൊരു സിനിമയാണ്. അതാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്കൊക്കെ വരാൻ പോകുന്നത്. 14-ാം തീയതി നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ മാക്സിമം ഒന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. ഒരുപാട് കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് മൂവിയാണിത്, ഫസ്റ്റ് ആക്ഷൻ മൂവിയാണ്. ഞാനൊന്നും ഫൈറ്റ് എന്താന്ന് പോലെ വീട്ടിലിങ്ങനെ ചുമ്മാ തിരിഞ്ഞു പറഞ്ഞ് നടക്കുക എന്നല്ലാതെ ഒരു ഫൈറ്റ് ഒന്നും ചെയ്ത് എനിക്ക് ഒരു ശീലവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് അതൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റി. നമ്മുടെ ബുക്ക് ഓഫ് സിനിമ എനിക്ക് നല്ലൊരു ക്യാരക്ടർ തന്നെ അതിനെ തന്നു. എൻ്റെ ഫസ്റ്റ് മൂവി ആയിട്ട് എനിക്ക് നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അതുപോലെ തന്നെ SFC ആർട്സ് ആൻഡ് കമ്പനിയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടെക്നിക്കൽ വൈസ് നല്ല സൗണ്ടിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോ നിങ്ങൾക്ക് ഇരുന്ന് തള്ളാണെന്ന് വിചാരിക്കും. നല്ല സത്യസന്ധമായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഞങ്ങൾ രജനി സാറിന് ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഷെരീഫ് മാസ്റ്ററെ കൊണ്ടാണ് ഡാൻസ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് സിനിമകൾ തമിഴിലെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഡേഞ്ചർ മണി എന്ന് പറഞ്ഞൊരു സ്റ്റണ്ട് മാസ്റ്റർ വെച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത്. ആർട്ട് ദൃശ്യത്തിന്റെ രാജീവ് കോവിലകമാണ്, അദ്ദേഹമാണ് നമ്മുടെ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. പിൽ മുരളിയുടെ വിതുര അല്ലെ, പ്രദീപാണ് നമ്മുടെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ അശോക ചേട്ടനാണ്, അന്ന് സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു റഫീഖ് അഹമ്മദ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ പുതിയ ആളുകളാണ് എന്നതിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കുറച്ചുകൂടെ വലിയ രീതിയിൽ തന്നെയാണ് നമ്മളിതിനെ എന്താ പറയാ അതിനെ കണ്ടിട്ടുള്ളത്, ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യം, ഈ പടം എന്താ പറയാ ആദ്യം എന്റെ കമ്പനിയിലോട്ട് ഡിസ്ട്രിബ്യൂഷനിൽ വന്നപ്പോൾ എനിക്ക് ഓപ്പണായിട്ട് ഇത് എടുക്കാൻ അത്ര ഒരു താല്പര്യത്തിൽ നിന്ന ആളല്ല ഞാൻ. അപ്പൊ ഇതിന്റെ നായകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആ പടം ഒന്ന് കണ്ടു നോക്കുക, അത് കണ്ടു നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് ബാക്കി സംസാരിക്കാം. അങ്ങനെ ഞാൻ കാര്യങ്ങൾ പടം കണ്ടു നോക്കി. കാര്യം ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല,
ഞാൻ തമിഴില് ഒരു പടം ചെയ്ത ഡയറക്ടറാണ്, ഗ്രാൻഡ്മ എന്ന് പറഞ്ഞ സോണി അഗർവാളിനെ വെച്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ അതിലെടുത്ത എഫർട്ട് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഈ പടം മലയാളത്തിൽ മാത്രം ഇറക്കാൻ വേണ്ടി നിന്ന ഇവരെ കൊണ്ട് ഞാൻ ഇതിന്റെ തമിഴും തെലുങ്കും കണ്ടന്റ് റെഡിയാക്കിയത്. കാര്യം പടം എന്താ പറയുക, തിയേറ്ററിൽ വന്ന് കാണുന്ന ആൾക്കാർക്ക് ഇവരെടുത്തിട്ടുള്ള എഫർട്ട് എന്തായാലും അതിൽ നിന്ന് മനസ്സിലാവും. കാര്യം നോർമലി ഒരു മലയാളം തമിഴ് പടങ്ങളെ വെച്ചിട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളും ഇവർ ചെയ്തിട്ടുണ്ട്. പടത്തിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇപ്പഴേ പറയാൻ പറ്റില്ല, എന്നാലും സെക്കൻഡ് ഹാഫ് ഒരുപാട് അവരുടേതായിട്ടുള്ള എഫർട്ടിൽ അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 14-ാം തീയതി SFC ആക്സ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി കേരളം, തമിഴ്നാട്, അതേപോലെ തന്നെ ബാംഗ്ലൂര്, ഹൈദരാബാദ്, ഈ 4 സ്ഥലങ്ങളിൽ അറ്റേ റിലീസ് കാര്യങ്ങൾ ചെയ്യുകയാണ്.